ॐ जटाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 7. ഖഗോളവർണ്ണനം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതത്തിൻ്റെ മഹിമ. പ്രഭാതത്തിൽ പതിവുള്ള ദേവപൂജകളും മറ്റും കഴിഞ്ഞ് തിരുമലദാസു കഥ പറയുവാൻ തുടങ്ങി. എൻ്റെ കുട്ടി ശങ്കരഭട്ട്, ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ജീവചരിത്രം അമൃതമാണ്, അപൂർവമാണ്, ഊഹിച്ചറിയാൻ കഴിയാത്തതാണ്. ശ്രീപാദ ശ്രീവല്ലഭന് അങ്ങയിലുള്ള അതിരില്ലാത്ത കൃപ കൊണ്ടാണ് അങ്ങേക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുവാനുള്ള ഭാഗ്യമുണ്ടായത്. വലിയ പണ്ഡിതന്മാർക്ക് പോലും ലഭിക്കാത്ത മഹാഭാഗ്യമാണ് അങ്ങേക്ക് നൽകപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഇച്ഛയാണ് അത്. ശ്രീപാദൻ ഒരേ സമയം പല സ്ഥലങ്ങളിലും ദർശനം നൽകുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം നരസാവധാനിയുടെ ആകർഷണശക്തി കുറഞ്ഞു. മുൻകാലത്ത് അദ്ദേഹം ആരെയെങ്കിലും ധ്യാനിച്ചാൽ അയാൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തും. ദൂരം ഒരു പ്രശ്നമാവുകയില്ല. ആ കഴിവ് കുറഞ്ഞു. ഭയപ്പെട്ടിരുന്നവർക്കും വാഴ്ത്തി പറഞ്ഞിരുന്നവർക്കും അദ്ദേഹത്തെ ഭയമില്ലാതായി. അവരെല്ലാം അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലാ തരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയും മോശമായി. ദിവസത്തിൽ 2 നേരത്തെ ഭക്ഷണത്തിനുള്ള ഉപായം പോലും ചുരുങ്ങി. അദ്ദേഹം തൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് തെരുവിലിറങ്ങി വിലപിച്ചു. ആ സമയത്ത് ബാപ്പനാര്യ തൻ്റെ പൗത്രനെ തോളിലേറ്റി നടക്കുകയായിരുന്നു. ബാപ്പനാര്യയുടെ വീട് തെരുവിൻ്റെ തിരുവിലായിരുന്നു. ശ്രീചരണൻ തൻ്റെ വീടിനേക്കാൾ മുത്തച്ഛൻ്റെ വീട്ടിലാണ് അധിക സമയം ചെലവഴിച്ചിരുന്നത്. ശ്രീ നരസിംഹവർമ്മയുടെയും ശ്രീ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെയും വീടുകളിലേക്ക് അദ്ദേഹം തടസ്സമില്ലാതെ പോകാറുമുണ്ട്. നരസാവധാനി ശ്രീപാദനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. മനോഹരനായ ആ കുട്ടിയെ ആശ്ലേഷിക്കുവാനും മുത്തം കൊടുക്കുവാനും ആഗ്രഹിച്ചു. ശ്രീപാദൻ ബാപ്പനാര്യയുടെ കൂടെ പോകുന്നത് നരസാവധാനി കണ്ടു. അപ്പോൾ ശ്രീവല്ലഭൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരി തൂകി. വളരെ വശ്യമായ പുഞ്ചിരി. പിന്നെ നരസാവധാനി പലവ്യഞ്ജനങ്ങൾ വാങ്ങാനായി ശ്രീ ശ്രേഷ്ഠിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ശ്രീപാദ ശ്രീവല്ലഭൻ ശ്രേഷ്ഠിയുടെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശ്രീപാദൻ നരസാവധാനിയെ നോക്കി മധുരമായി പുഞ്ചിരിച്ചു. നരസാവധാനി പലവ്യഞ്ജനങ്ങളുമായി വീട്ടിലേക്ക് തിരികെ പോയി. പിന്നെ നരസിംഹവർമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹം ശ്രീവർമ്മയുടെ തോളിൽ കയറിയിരിക്കുന്ന ശ്രീവല്ലഭനെ കണ്ടു. ശ്രീവല്ലഭൻ നരസാവധാനിയെ നോക്കി ഉല്ലാസത്തോടെ പുഞ്ചിരിച്ചു. ശ്രീവല്ലഭനെ ഒരേ സമയം മുത്തച്ഛൻ്റെയും ശ്രീവർമ്മയുടെയും ശ്രീ ശ്രേഷ്ഠിയുടെയും വീടുകൾ നരസാവധാനി കണ്ടു. അദ്ദേഹം ചിന്താക്കുഴപ്പത്തിലായി. താൻ സ്വപ്നം കാണുകയായിരുന്നോ, അതോ അത് വിഷ്ണു ഭഗവാന്റെ മായയായിരുന്നോ? പട്ടണത്തിലെ ജനങ്ങൾ നരസാവധാനിയെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. പാതകയ ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ദത്തവിഗ്രഹത്തിൻ്റെ തിരോധാനത്തിന് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി. നരസാവധാനി ഒരു ഉദ്ദിഷ്ട സ്ഥാനമില്ലാത്ത ഒരു സഞ്ചാരിയെപ്പോലെ തെരുവുകളിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അദ്ദേഹം ഒരു ഭ്രാന്തനെപ്പോലെ വീട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ ഭ്രാന്തനെപ്പോലെ കണ്ടു ദുഃഖിച്ചു. തൻ്റെ കഠിന ദുഃഖത്തെ ശമിപ്പിക്കുവാനായി അവർ പൂജാമുറിയിലേക്ക് പോയി. അവിടെ അവർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ശ്രീപാദ ശ്രീവല്ലഭൻ അവിടെ ഉണ്ടായിരുന്നു. ആ ദമ്പതികളുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അവർ പാകം ചെയ്യുന്ന ചീരക്കറിയോട് കൂടിയ ഭക്ഷണത്തിൽ പങ്കുകൊള്ളണമെന്ന് അവർ ശ്രീപാദനോട് അഭ്യർത്ഥിച്ചു. ശ്രീപാദൻ അതിന് സമ്മതിച്ചില്ല. സമയത്തിൻ്റെയും കാരണത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഘടകങ്ങൾ ഒരേ സമയത്ത് അനുകൂലമാകുമ്പോൾ ഒരു അപൂർവ ഭാഗ്യമുണ്ടാകും. വിവേചിക്കുന്ന ഒരു വ്യക്തി അത് തിരിച്ചറിയുകയും അയാൾക്കതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നു. വിവേചനമില്ലാത്ത ഒരാൾ അത് തിരിച്ചറിയാതിരിക്കുകയും അതിൻ്റെ നഷ്ടം സഹിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ശ്രീപാദൻ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മം താൻ പുണ്യഭൂമിയായ മഹാരാഷ്ട്രത്തിൽ നൃസിംഹ സരസ്വതി എന്ന പേരിൽ ജനിക്കുമെന്നും തീർച്ചയായും അവരുടെ വീട് സന്ദർശിക്കുകയും അവിടെ നിന്ന് ചീരക്കറി ഉൾപ്പെടുന്ന ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്തുകൊള്ളാമെന്നും വാക്കുകൊടുത്തു. ഒരു ഗണേശ ചതുർത്ഥി ദിവസം സംഭവിച്ച തൻ്റെ ഗണേശാവതാരത്തിൻ്റെ അംശത്തിൽ നിന്ന് ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം തൻ്റെ ജന്മസ്ഥലത്തിനടുത്ത് ഗജാനനൻ എന്നു പേരോടു മറ്റൊരു മഹത് വ്യക്തി ജന്മമെടുക്കും.
സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗതിയെ മാറ്റുവാൻ കഴിഞ്ഞേക്കും, എന്നാൽ ശ്രീപാദൻ്റെ വാഗ്ദാനങ്ങളെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിയിലുള്ള എല്ലാ ജീവികളും തൻ്റെ ആജ്ഞകളെ അനുസരിക്കേണ്ടതുണ്ട്. തൻ്റെ പ്രതിജ്ഞകളിൽ അദ്ദേഹം സത്യസന്ധമായി ഉറച്ചു നിൽക്കും. പ്രപഞ്ചം കുലുങ്ങിയാലും യുഗങ്ങൾ മാറിയാലും അദ്ദേഹത്തിൻ്റെ ലീലകൾ എന്നും സത്യവും ഏറ്റവും പുതിയതും ആയിരിക്കും. പൂജാമുറിയിൽ വെച്ച് ശ്രീപാദൻ നരസാവധാനിക്കും ഭാര്യയ്ക്കും പ്രയോജനകരമായ ചില ഉപദേശങ്ങൾ നൽകി. ശുദ്ധമായ പ്രയോജനകരമായ ആ ഉപദേശങ്ങൾ ദത്തഭക്തന്മാർക്കെല്ലാം ഉപകാരപ്രദമായിരിക്കും. നരസാവധാനിയും ശ്രീവല്ലഭനും തമ്മിൽ ഇപ്രകാരം ഒരു സംഭാഷണം നടന്നു. ശ്രീവല്ലഭനും നരസാവധാനിയും തമ്മിൽ പൂജാമുറിയിൽ വെച്ചുണ്ടായ സംവാദം. നരസാവധാനിക്കുള്ള ശ്രീപാദൻ്റെ ഉപദേശങ്ങൾ. നരസാവധാനിയുടെ ചോദ്യങ്ങൾക്ക് ശ്രീവല്ലഭൻ തൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് മറുപടി കൊടുത്തു. ചോദ്യം: അങ്ങ് ആരാണ്? അങ്ങ് ദൈവമാണോ? ഒരു യക്ഷനാണോ? ഒരു ഇന്ദ്രജാലക്കാരനാണോ? ഉത്തരം: ഞാൻ എൻ്റെ സത്തയാണ്. ഞാനാണ്. ഞാൻ ഈ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടുള്ള സൃഷ്ടിയിൽ ഓരോ അണുവിലും ജന്മസിദ്ധമായ അനാദിയായ ശക്തിയാണ്. മൃഗങ്ങളും പക്ഷികളും മുതൽ എണ്ണമറ്റ എല്ലാ ജീവജാലങ്ങളിലും അവയുടെ മാതൃപിതൃ രൂപങ്ങളിൽ ഞാൻ വസിക്കുന്നു. ഞാൻ മുഴുവൻ സൃഷ്ടിയുടെയും ഗുരുവാണ്. ചോദ്യം: അപ്പോൾ അങ്ങ് ഭഗവാൻ ദത്തൻ്റെ അവതാരമാണോ? ഉത്തരം: നിസ്സംശയം ഞാൻ ദത്തനാണ്. നിങ്ങൾക്ക് ശരീരമുള്ളതുപോലെ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനായി ഞാൻ ഒരു ശരീരത്തോടു കൂടി വരുന്നു. വാസ്തവത്തിൽ ഞാൻ അരൂപിയാണ്, നിർഗുണനാണ്. ചോദ്യം: അപ്പോൾ അങ്ങേക്ക് രൂപമോ ഗുണങ്ങളോ ഇല്ല, ശരിയല്ലേ? ഉത്തരം: രൂപമില്ലായ്മയും ഒരു രൂപമാണ്, ഗുണങ്ങളില്ലായ്മയും ഒരു ഗുണമാണ്. ഞാൻ രൂപത്തിനും രൂപമില്ലായ്മയ്ക്കും അടിസ്ഥാനമാണ്. ഞാൻ ഗുണങ്ങൾക്കും ഗുണങ്ങളില്ലായ്മയ്ക്കും അതീതനുമാണ്. ചോദ്യം: അങ്ങ് എല്ലാമാണെങ്കിൽ, സർവശക്തനാണെങ്കിൽ ജീവികൾക്ക് നല്ല സമയവും ചീത്ത സമയവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: നിങ്ങളിൽ ഞാനും നിങ്ങളും ഉണ്ട്. എങ്കിലും നിങ്ങളിലുള്ള നിങ്ങൾ ജീവനാണ്, ജീവാത്മാവ്. നിങ്ങളിലുള്ള ഞാൻ പരമാത്മാവാണ്. നിങ്ങളിൽ കർത്തൃത്വബോധം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഞാനാകാൻ കഴിയുകയില്ല. അത്രയും കാലം നിങ്ങൾക്ക് സന്തോഷം, ദുഃഖം, പുണ്യം, പാപം മുതലായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചനമില്ല. നിങ്ങളിലുള്ള നിങ്ങൾ കുറയുകയും നിങ്ങളിലുള്ള ഞാൻ ഉയരുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ എന്നോട് അടുക്കുന്നുള്ളൂ. നിങ്ങൾ എന്നോട് അധികമധികം അടുക്കുംതോറും നിങ്ങളുടെ ഉത്തരവാദിത്വം കുറയുന്നു. നിങ്ങൾ എൻ്റെ ചുമതലയിലാകുമ്പോൾ നിങ്ങൾക്ക് സന്തുഷ്ടിയും ക്ഷേമവും ഉണ്ടാകും. ചോദ്യം: ജീവാത്മാവും പരമാത്മാവും വ്യത്യസ്തങ്ങളാണെന്ന് ചിലർ പറയുന്നു. ജീവാത്മാവിന് പരമാത്മാവിനോട് വളരെ അടുപ്പമുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു. വേറെ ചിലർ ജീവൻ ദൈവമാണെന്ന് സമർത്ഥിക്കുന്നു. ഇതിലേതാണ് ശരിയായത്? ഉത്തരം: നമ്മൾ രണ്ടുപേരും വേർപെട്ട് നിൽക്കുകയാണെങ്കിൽ നഷ്ടമില്ല. നിങ്ങളുടെ അഹങ്കാരം നിശേഷം നശിക്കുകയും നമ്മൾ രണ്ടുപേരും ദ്വിത്വാവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ പ്രയോജനകരമായ ഭാഗ്യം ഉണ്ടാകും. എല്ലാം കൈവരുന്നത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നും നിങ്ങൾക്ക് ഒരു ഉപകരണം എന്ന സ്ഥാനം മാത്രമാണ് ഉള്ളതെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ പരമാനന്ദ സ്ഥിതിയിലായിരിക്കും. മോഹരാഹിത്യം മോചനമാണ്. ആകയാൽ ഒരു ദ്വിത്വാവസ്ഥയിൽ പോലും മോക്ഷം നേടാം. നിങ്ങൾ ഞാനുമായി വളരെ അടുത്തിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ കൂടി പ്രകാശിക്കും. എൻ്റെ ശക്തി മുഴുവൻ നിങ്ങളിൽ കൂടി പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം നശിപ്പിക്കപ്പെടുമ്പോൾ അജ്ഞത കൊണ്ടുള്ള നിങ്ങളുടെ ആസക്തി കുറയുന്നു. ഈ ഉത്കൃഷ്ടമായ അദ്വൈത സ്ഥിതിയിൽ നിങ്ങൾ നിർവൃതി നേടുന്നു. ഇത് മോക്ഷവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ആസക്തിയില്ല. നിങ്ങളുടെ അഹംഭാവം തുടച്ചു മാറ്റപ്പെടുകയും കർത്തൃത്വബോധം എരിഞ്ഞടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ഞാൻ മങ്ങിമറയുകയും എന്നെ മാത്രം ബാക്കിയാകുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം കൈവരുന്നു. അതുകൊണ്ട് അദ്വൈത സ്ഥിതിയിൽ ആയിരിക്കുമ്പോഴും നിങ്ങൾക്ക് മോക്ഷം നേടാം. നിങ്ങൾ ആത്മീയ പുരോഗതിയുടെ ദ്വൈതാവസ്ഥയിലോ അദ്വൈതാവസ്ഥയിലോ വിശിഷ്ടാദ്വൈതാവസ്ഥയിലോ ആയാലും ബ്രഹ്മാനന്ദ സ്ഥിതി ഒന്നു തന്നെയാണ്. അത് മനസ്സുകൊണ്ട് അറിയാനോ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനോ കഴിയുകയില്ല. അത് അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയുകയുള്ളൂ. ചോദ്യം: അവധൂത സ്ഥിതിയിൽ എത്തിയ ചിലർ തങ്ങൾ പരമമായ ബ്രഹ്മമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു അവധൂതനാണോ? ഉത്തരം: ഞാൻ അവധൂതനല്ല. ഞാൻ ശ്രേഷ്ഠമായ ബ്രഹ്മമാണ്. ഒരു അവധൂതൻ്റെ അനുഭവത്തിൽ എല്ലാം ബ്രഹ്മമാണ്. എന്നാൽ ഞാൻ ബ്രഹ്മമാണ്. എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എല്ലാമാണ് എന്നാണ്. ചോദ്യം: ഈ ചെറിയ വ്യത്യാസത്തിലുള്ള രഹസ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഉത്തരം:
ലൗകികമായ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മോചിതനായ അവധൂതൻ എന്നിൽ ലയിക്കുകയും പരമാനന്ദാവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് സ്വന്തമായി വ്യക്തിത്വമില്ല. സ്വന്തമായി വ്യക്തിത്വമില്ലാത്തതുകൊണ്ട് ഇച്ഛാശക്തിയോ നിശ്ചയദാർഢ്യമോ ഇല്ല. ഞാൻ ഈ സൃഷ്ടിക്കായി വലിയ നിശ്ചയദാർഢ്യത്തിലാണ്. എനിക്ക് പരമമായ ശക്തിയുണ്ട്. ഞാൻ ജീവികൾ എന്ന് പറയുന്ന മായാശക്തിയുടെ രൂപത്തിലാണ്. എന്നിൽ ലയിച്ച ഒരു അവധൂതനോട് വീണ്ടും ജന്മമെടുക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചാൽ അയാൾ അത് അനുസരിക്കണം. ഇച്ഛാശക്തിയോട് ചേർന്ന സത്യത്തിൻ്റെയും അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു രൂപമാണ് എൻ്റേത്. അവധൂതൻ്റെ സത്യത്തിൻ്റെയും അറിവിൻ്റെയും നിർവൃതിയുടെയും രൂപം ഇച്ഛാശക്തിയോട് കൂടാത്തതാണ്. ചോദ്യം: വറുത്ത വിത്തുകൾ മുളയ്ക്കുന്നില്ല, ശരിയല്ലേ? ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് വീണ്ടും ജനിക്കുവാൻ കഴിയുന്നത്? ഉത്തരം: വറുത്ത വിത്ത് മുളയ്ക്കുകയില്ല എന്നത് പ്രകൃതിയുടെ നിയമമാണ്. എങ്കിലും വറുത്ത വിത്തുകൾ മുളപ്പിക്കുന്നതിലാണ് സൃഷ്ടാവിൻ്റെ കഴിവും ശക്തിയും ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഈ സിദ്ധാന്തങ്ങളിലൂടെയും വിപരീത സിദ്ധാന്തങ്ങളിലൂടെയും സത്യത്തെ തെളിയിക്കാനാണ് കഴിഞ്ഞ കാലത്ത് എൻ്റെ അവതാരം ഉണ്ടായത്. ചോദ്യം: ദത്തഭഗവാനെ ശ്രീപാദ ഒന്ന് വിസ്തരിച്ചു പറയൂ. ഉത്തരം: ഭൂതഭാവി വർത്തമാനങ്ങൾ, ജീവിതത്തിലെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ മുതലായ എല്ലാ ത്രയങ്ങളെയും തരണം ചെയ്ത എൻ്റെ പിതാവ് അത്രി മഹർഷി എന്ന പേരിൽ പ്രസിദ്ധനായി. ആരോടും ഒന്നിനോടും അസൂയയുടെയോ വെറുപ്പിൻ്റെയോ ലാഞ്ചന പോലും ഇല്ലാതിരുന്ന എൻ്റെ മാതാവും അനസൂയ എന്ന പേരിൽ നല്ലവണ്ണം അറിയപ്പെട്ടു. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർക്ക് പോലും ആധാരമായ അതീതമായ ആ പരംജ്യോതി സ്വരൂപത്തെ ദർശിക്കുവാനായി അത്രി മഹർഷി കഠിന തപസ് ചെയ്തു. സൃഷ്ടിയിലെ പ്രാണികളിലും പദാർത്ഥങ്ങളിലും അമൃത ദൃഷ്ടിയോടെയുള്ള കടാക്ഷം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനസൂയ മാതാവും പരംജ്യോതി സ്വരൂപത്തെ തപസ് ചെയ്തു. ജീവികൾ അവയുടെ കർമ്മനിയമം അനുസരിച്ച് ദുഃഖവും സുഖവും അനുഭവിക്കുന്നു. അതുകൊണ്ട് അനസൂയ മാതാവ് സദുദ്ദേശത്തോടുകൂടി ജനങ്ങൾക്ക് വലിയ പാപങ്ങൾക്ക് ചെറിയ ഫലങ്ങളും ചെറിയ പുണ്യങ്ങൾക്ക് ഉദാരമായ ഫലങ്ങളും നൽകണമേ എന്ന് സത്സങ്കല്പത്തോടെ പ്രാർത്ഥിച്ചു. അമ്മ തൻ്റെ തപശക്തി കൊണ്ട് പയറിൻ്റെ ആകൃതിയിലുള്ള കഠിനമായ ലോഹക്കഷ്ണങ്ങളെ സജീവമായ ഭക്ഷ്യയോഗ്യമായ പയറാക്കി മാറ്റി. ലോഹം സമ്പൂർണ്ണ നിദ്രാവസ്ഥയിലുള്ള ചൈതന്യമാണ്. മരങ്ങളും അവയെ സംബന്ധിക്കുന്ന വസ്തുക്കളും അർദ്ധനിദ്രാവസ്ഥയിലുള്ള ചൈതന്യമാണ്. ജന്തുക്കൾ പൂർണ്ണ ചൈതന്യാവസ്ഥയിൽ ഉള്ളവയാണ്. മനുഷ്യൻ്റെ പരിണാമം താഴെ പറയും പ്രകാരം നടക്കുന്നു. ആദ്യം ലോഹമായി ജനിക്കുന്നു, പിന്നെ മരിക്കുന്നു, പിന്നീട് മരങ്ങളും പടരുന്ന വള്ളികളുമായി ജനിക്കുന്നു, പിന്നെ ജന്തുക്കളായി ജനിക്കുന്നു, ഒടുവിൽ മനുഷ്യനായി പിറക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ വിവേചനവും വിവേകവും നിസ്സംഗത്വവും പാലിക്കുകയും തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവീക ശക്തിയെ ഉണർത്തുകയും മോക്ഷം നേടാൻ പരിശ്രമിക്കുകയും വേണം. പ്രകൃതിയിലെ പരിണാമക്രമവും ധർമ്മവും പരംജ്യോതിയുടെ അനുഗ്രഹം കൊണ്ട് മാറ്റാവുന്നതാണെന്ന് അമ്മ തെളിയിച്ചു. ത്രിമൂർത്തികളുടെ രൂപത്തിലുള്ള ചൈതന്യം ജാഗ്രതാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അമ്മ അതിനെ നിദ്രാവസ്ഥയിലാക്കുകയും ത്രിമൂർത്തികളെ 3 പിഞ്ചു കുഞ്ഞുങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ലക്ഷ്മി, പാർവതി, സരസ്വതി എന്ന 3 മാതാക്കളുടെ ശക്തികൾ സംയോജിച്ച് അനഘാദേവി ഉണ്ടായി. ഞാൻ ദത്താത്രേയനായി ജനിച്ച് അനഘാദേവിയെ വിവാഹം കഴിച്ചു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അവതാരത്തിൽ അനഘാദേവി എൻ്റെ ഇടതുഭാഗവും ദത്താത്രേയൻ വലതുഭാഗവുമായി ജനിച്ചു. ഇത് പകുതി ഭാഗം സ്ത്രീയും പകുതി ഭാഗം പുരുഷനും ചേർന്ന ശിവൻ്റെ അർദ്ധനാരീശ്വര രൂപമാണ്. തൻ്റെ സങ്കല്പമനുസരിച്ച് ഈ മഹത്തായ സൃഷ്ടിയെ സൃഷ്ടിച്ച പ്രഭുവിന് ആവശ്യമെങ്കിൽ സൃഷ്ടിയുടെ തത്വങ്ങൾ മാറ്റുവാനുള്ള ശക്തിയും കഴിവും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യം: അങ്ങേക്ക് സൃഷ്ടിയുടെ തത്വങ്ങളെയും സ്വഭാവത്തെയും മാറ്റുവാൻ കഴിയും. അങ്ങേക്ക് എൻ്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ കഴിയുകയില്ലേ? ഉത്തരം: തീർച്ചയായും എനിക്ക് കഴിയും. അങ്ങ് കുറച്ചു കാലം ദാരിദ്ര്യം അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ അത് അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ചീര ഒരു ചെറിയ കാര്യമാണ്. എന്നാൽ അങ്ങ് അതിന്മേൽ എത്രമാത്രം അഭിനിവേശം പുലർത്തി! എൻ്റെ അമ്മയും അച്ഛനും മുത്തച്ഛനും ആരോടും ഒന്നിനും വേണ്ടി യാചിച്ചിട്ടില്ല. എന്നെപ്പോലുള്ള ഒരു കുട്ടി എത്ര ഭക്ഷണം കഴിക്കും? ഞാൻ ആഗ്രഹിച്ചപ്പോൾ അങ്ങ് എനിക്ക് ചീര തരേണ്ടതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങയുടെ മനസ്സിലെ മാലിന്യങ്ങൾ കളഞ്ഞ് ശുദ്ധീകരിക്കുവാൻ ഈ ജീവിതകാലം മതിയാവുകയില്ല. ഓരോ വ്യക്തിക്കും അയാൾ നേടി സൂക്ഷിച്ചിട്ടുള്ള പുണ്യത്തിന് ആനുപാതികമായി ഒരു ജീവിത കാലയളവും സമ്പത്തും സൗന്ദര്യവും പ്രസിദ്ധിയും നൽകപ്പെടും. പാപത്തിൻ്റെ ഫലങ്ങൾ കുറവായ ജീവിത കാലയളവിനും ദാരിദ്ര്യത്തിനും വൈരൂപ്യത്തിനും ദുഷ്കീർത്തിക്കും കാരണമാകുന്നു. അങ്ങ് സമ്പാദിച്ച പുണ്യത്തിൻ്റെ അധിക ഭാഗവും എടുത്താണ് ഞാൻ അങ്ങയുടെ ജീവിത കാലദൈർഘ്യം വർദ്ധിപ്പിച്ചത്.
അങ്ങനെ അങ്ങ് സമ്പാദിച്ചു വെച്ച പുണ്യത്തിൻ്റെ സൂക്ഷിപ്പ് അധിക ഭാഗവും ചെലവാക്കപ്പെടുകയും പാപം അധിക ഭാഗവും ബാക്കി നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങ് ദാരിദ്ര്യം അനുഭവിക്കണം. എങ്കിൽ പോലും അങ്ങ് സ്വയംഭൂവായ ദത്തനെ ആരാധിച്ചിരുന്നതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ദിവസത്തിൽ 2 നേരം വയറു നിറയെ ഭക്ഷണം അനുവദിച്ചിട്ടുണ്ട്. ദാരിദ്ര്യമുണ്ടെങ്കിലും അങ്ങേക്ക് മറ്റു ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല. ചോദ്യം: ശ്രീപാദ, നമ്മൾ ജാതി വ്യവസ്ഥ ആചരിക്കണമെന്ന് ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. വേദവിധി അനുസരിച്ച് വൈശ്യന്മാർക്ക് ഉപനയനത്തിന് പൂണൂൽ ധാരണത്തിന് അധികാരമുണ്ടെന്ന് അങ്ങയുടെ മുത്തച്ഛൻ നിശ്ചയിച്ചു. അത് തെറ്റല്ലേ? ഉത്തരം: ഒരു സത്യഋഷീശ്വരൻ്റെ തീരുമാനത്തിൽ തെറ്റ് കണ്ടുപിടിക്കുന്ന നിങ്ങളുടെ നാവ് പിളർക്കേണ്ടതാണ്. എൻ്റെ മുത്തച്ഛൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഭാസ്കരാചാര്യനാണ്. വിഷ്ണുദത്തൻ, സുശീല ദമ്പതികൾ വളരെ പുണ്യശാലികളായിരുന്നു. സ്വാർത്ഥത എന്താണെന്ന് അവർക്കറിയുകയില്ല. അവരെ എൻ്റെ മാതാപിതാക്കളാക്കുവാൻ സമയത്തിൻ്റെയും പ്രവൃത്തിയുടെയും ദേവതകളോട് ഞാൻ നിർദ്ദേശിച്ചു. നരസിംഹവർമ്മയുടെ പൂർവികന്മാർ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ വലിയ ഭക്തന്മാരായിരുന്നു. യാഗങ്ങളിലും സിംഹാചലത്തെ അനുഷ്ഠാനങ്ങളിലും വലിയ തോതിൽ അന്നദാനം നടത്തിയിരുന്ന പുണ്യശാലികളായിരുന്നു അവർ. പീഠികാപുരത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം വ്യവസ്ഥിതമായ വിധത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു. ആ 3 കുടുംബങ്ങളോടുള്ള എൻ്റെ കടപ്പാടിൻ്റെ ബന്ധുത്വം ഒരു ജന്മം കൊണ്ട് വീണ്ടെടുക്കപ്പെടുകയില്ല. അതൊരു അവതാരത്തോടു കൂടി അവസാനിക്കുകയില്ല. എൻ്റെ ശുഭോദർക്കമായ അനുഗ്രഹങ്ങൾ പല തലമുറകളിൽ ചൊരിയപ്പെടും. എൻ്റെ ദിവ്യമായ മേലാപ്പിൻ്റെ തണലിൽ അവർ ഒരു ആകുലതയും കൂടാതെ ജീവിക്കും. ശ്രീപാദൻ തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന ഉറപ്പ്: എൻ്റെ കാര്യത്തിൽ നിസ്സാരമായ ചീര പോലും തരുവാൻ അങ്ങ് തയ്യാറായില്ല. എനിക്ക് ഭക്ഷണം തന്നിരുന്നുവെങ്കിൽ അങ്ങേക്ക് ലക്ഷക്കണക്കിന് ബ്രാഹ്മണർക്ക് ആഹാരം നൽകിയാൽ കിട്ടുന്നത്ര പുണ്യം നേടാമായിരുന്നു. അങ്ങേക്ക് വളരെയധികം ഭാഗ്യം നഷ്ടപ്പെട്ടു. ധർമ്മം എന്താണ്, അധർമ്മം എന്താണ് എന്ന് അറിയുവാൻ ശാസ്ത്രഗ്രന്ഥങ്ങളെ ആശ്രയിക്കണം. എങ്കിലും ഗ്രന്ഥങ്ങളിലെ അനുശാസനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന സംശയം ഉണ്ടാകുമ്പോൾ ശുദ്ധഹൃദയരായവരുടെ നിശ്ചയങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങളിലെ നിർദ്ദേശങ്ങളായി കരുതണം. അവർ പറയുന്നതെന്തും വേദസത്യങ്ങളാണ്. അവരുടെ വാക്കുകൾ ധർമ്മസിദ്ധാന്തങ്ങൾക്ക് യോജിക്കുന്നതാണ്. അന്യായമായ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് തോന്നിയാൽ പോലും തെറ്റായ പാതയിലേക്ക് വ്യതിചലിക്കുവാൻ നീതിദേവത അവരെ അനുവദിക്കുകയില്ല. ശരിയായ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ അവരെ നിർബന്ധിക്കും. അന്യരെ ദ്രോഹിക്കുന്നത് പാപമാണെന്ന് പുണ്യഗ്രന്ഥങ്ങൾ പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ നടന്ന യുദ്ധം ധർമ്മയുദ്ധം എന്ന പേരിൽ പ്രസിദ്ധമാണ്. കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലം ധർമ്മക്ഷേത്രം എന്നും പ്രസിദ്ധി നേടി. ധാർമ്മികമായ യജ്ഞങ്ങൾ പുണ്യം നൽകുന്നു. എന്നാൽ പരമേശ്വരനായ ശിവനെ ക്ഷണിക്കാതെ ദക്ഷൻ ചെയ്ത യാഗം ഒടുവിൽ വലിയൊരു യുദ്ധമായി പരിണമിച്ചു. ദക്ഷൻ്റെ തല നിലത്തു വീണു. പകരമായി ഒരു ആട്ടിൻ തല വയ്ക്കപ്പെട്ടു. പിത്തരസം വർദ്ധിച്ചാൽ വൈദ്യൻ രോഗിയെ ചെറുനാരങ്ങയും കടുക്കയും കൊണ്ട് ചികിത്സിക്കും. ദേഹത്തിൻ്റെ ഒരു ഭാഗം അളയുകയാണെങ്കിൽ വൈദ്യൻ ആ ഭാഗം മുറിച്ചു കളഞ്ഞ് ചികിത്സിക്കും. ഞാനും അതുപോലെയാണ്. ദേവതകളുടെയും ദുർദേവതകളുടെയും പ്രകൃതി എന്നിലുണ്ട്. ഞാനൊരു ഭ്രാന്തനെ പോലെയും ഒരു പ്രേതത്തെ പോലെയും ഒരു പിശാചിനെ പോലെയും പെരുമാറും. എങ്കിലും എല്ലാ ജീവികളോടുമുള്ള സ്നേഹം എന്നിൽ നിറഞ്ഞൊഴുകും. നിങ്ങളോടുള്ള എൻ്റെ പെരുമാറ്റം നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ പ്രവൃത്തികളുടെ നല്ലതും ചീത്തയുമായ ഫലങ്ങളെ ആശ്രയിച്ചായിരിക്കും. എന്നിൽ പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്ത എൻ്റെ ഭക്തനെ ഞാൻ കൈവിടുകയില്ല. വിദൂര രാജ്യങ്ങളിൽ താമസിക്കുന്ന എൻ്റെ ഭക്തന്മാരെ ഞാൻ നിർബന്ധമായി എൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. ഋഷികളുടെയും നദികളുടെയും ഉൽപ്പത്തിയെ ചർച്ച ചെയ്യരുത്. പരമമായ ശക്തി കന്യകാ പരമേശ്വരിയായി വൈശ്യജാതിയിൽ ജനിച്ചില്ലേ? വൈശ്യന്മാരായ യോഗികളിൽ ശ്രേഷ്ഠരായ സിദ്ധന്മാരുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യജാതികൾക്ക് മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരായ ശൂദ്രന്മാർക്കും അവർ സാത്വിക അച്ചടക്കവും നിയമങ്ങളും പാലിക്കുകയാണെങ്കിൽ വൈദിക ഉപനയനത്തിന് അർഹതയുണ്ട്. ഉപനയനം കൊണ്ട് 3-ാം കണ്ണ് തുറക്കപ്പെടണം. അന്തർബോധം ശുദ്ധീകരിക്കപ്പെടണം. മനസ്സ് പരമമായതിനെ അറിയുന്നതിൽ ഏകാഗ്രമാകണം. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും പച്ചക്കറികളിൽ ആണ്ടുപോയിരിക്കുകയാണ്. ബ്രഹ്മം ചന്തയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു വ്യാപാര ചരക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ജന്മത്തിൽ ബ്രാഹ്മണനായ ഒരാൾ അടുത്ത ജന്മത്തിൽ ഒരു പറയനായി ജനിച്ചേക്കാം. ഈ ജന്മത്തിൽ പറയനായ ഒരാൾ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായെന്നും വരാം.
പരമമായ ബ്രഹ്മം സ്ഥലത്തെയും സമയത്തെയും ജാതിയെയും മതത്തെയും മറികടക്കുന്നു എന്ന് ഓർക്കുക. ദൈവത്തിന് പ്രധാനം മനോഭാവങ്ങളാണ്, പുറം കാഴ്ചകളല്ല. നിങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ വരുമ്പോൾ ഞാനൊരു ബ്രാഹ്മണനാണ്. ദർബാർ കൂടി ഭക്തന്മാരുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു ക്ഷത്രിയനാണ്. ഓരോ ജീവിക്കും അതിൻ്റെ പുണ്യമോ പാപമോ ആയ പ്രവൃത്തികൾക്കനുസരിച്ച് ഒരു വേതനം നിർണ്ണയിക്കും. ഓരോ വ്യക്തിയുടെയും വേതനത്തിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കണക്കാക്കുവാൻ തൂക്കി നോക്കുകയും അളന്നു നോക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരു വൈശ്യനാണ്. എൻ്റെ ഭക്തന്മാരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും എന്നിലേക്ക് എടുത്തുകൊണ്ട് അവരെ സേവിക്കുമ്പോൾ ഞാനൊരു ശൂദ്രനാണ്. ജീവികളുടെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കുമ്പോൾ ഞാനൊരു അലക്കുകാരനാണ്. മരിച്ചവരെ ദഹിപ്പിച്ച് അവർക്ക് ശ്രേഷ്ഠമായ ജന്മം കൊടുക്കുമ്പോൾ ഞാനൊരു ശ്മശാന സൂക്ഷിപ്പുകാരനാണ്. ഇനി തീരുമാനിച്ചു പറയൂ, ഞാൻ ഏതു ജാതിയിൽ ഉൾപ്പെടുന്നു എന്ന്. ചോദ്യം: ശ്രീപാദ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ വിവരമില്ലാത്തവനാണ്. അങ്ങ് ദത്തഭഗവാൻ തന്നെയാണ്. എല്ലാ ജീവികൾക്കും ഏക ആശ്രയം അങ്ങാണ്. സൃഷ്ടി എപ്രകാരമാണ് രൂപപ്പെട്ടത് എന്ന് ദയവു ചെയ്ത് വിശദമായി എന്നോട് പറയൂ. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.